മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും പ്രതാപനും പ്ലാൻ ചെയ്യുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് കരുണയും അതുപോലെ ദുർഗയും ആ സന്തോഷ വാർത്ത നമ്മുടെ കണ്ണനെ അറിയിക്കുന്നുണ്ട്. അവർ പറയുന്നു, എന്തായാലും നീ വിഷമിക്കേണ്ടടാ, നിൻ്റെ ജീവിതം തകർത്ത നിന്നെ ചതിച്ച അവൾ അധിക നാളൊന്നും ജീവിച്ചിരിക്കില്ല. മഹാലക്ഷ്മിക്ക് കഴിക്കാനായിട്ടുണ്ടാക്കുന്ന പലഹാരത്തിൽ മോളുടെ മുത്തശ്ശി വിഷം കലർത്തും. അതോടെ അവളും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. തൻ്റെ മഹിക്കും അതുപോലെ കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ ഷോക്കായിട്ടിരിക്കുന്നതായി കാണിക്കുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നു, എന്നാലും എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല. വീൽ ചെയറിലിരിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്ത മോളോട് അവൾക്ക് ഇത്തിരിയെങ്കിലും ദേഷ്യം വരണ്ടേടാ. ഇതാണെങ്കിൽ സ്നേഹമെന്ന് പറഞ്ഞാലും പോരാ, അവളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ച കാര്യം ആദ്യം അവളാണ് അറിഞ്ഞത്. അതിൻ്റെ പേരിനാണ് വിവാഹ വാർഷികം എന്ന പേരിനൊക്കെ അവൾ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോയത്. ഇതിൻ്റെ പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കണ്ണനാണെങ്കിൽ അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുക. മഹാലക്ഷ്മി അങ്ങനെയാണോ? അവളെല്ലാം കൊണ്ടും യോഗ്യയായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലായിരുന്നോ? അവളുടെ ജീവിതം മനഃപൂർവ്വം നമ്മൾ തകർത്ത് കൈ കൊടുത്തതല്ലേ? എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം, സ്വത്തും പണവും എല്ലാം സ്വന്തം പേരിലാക്കിയിട്ട് എൻ്റെ മോളെ അവളുടെ ഭർത്താവിനെയും ദാസിയാക്കാൻ നോക്കി. അതിനൊക്കെ ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയാണ്. ദൈവമായിട്ട് അവൾക്ക് കണ്ണനെ ചതിക്കാൻ മനസ്സ് വന്നത്. പലതവണ നമ്മൾ അവനെയും അവളെയും കൊല്ലാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. ഇപ്പം അവളായിട്ട് തന്നെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇനി അധികം താമസിക്കാതെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അവളെ നിയമപരമായി ഒഴിച്ചുവിട്ട് സ്വാതിമോളുമായിട്ട് അവൻ്റെ കല്യാണം നടത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അമ്മ. കമലേശ്വരം തറവാട്ടി ഒരു റാണി മാത്രമേ ഇനി വാഴൂ, നമ്മുടെ മകൾ. സ്വാതിയാണെങ്കിൽ അവളുടെ കാര്യമൊക്കെ നേടിയതിന് ശേഷം അവനെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നും പ്രതാപൻ പറയുന്നു. എന്നാൽ ഇവർ രണ്ടും കൂടി അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഒരു സംശയം തോന്നി മോഹിനിയമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. കാരണം മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടി പതിവില്ലാതെ അടുക്കളയിലേക്ക് വരുന്നത്. മുമ്പൊരിക്കലാണെങ്കിൽ മഹാലക്ഷ്മി അതുപോലെ കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പാൽപ്പായസത്തി വിഷം കലർത്തിയ ദുഷ്ട മനസ്സുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പേടിയുണ്ട്. കയ്യിൽ കരുതിയിരിക്കുന്ന വിഷമാണെങ്കിൽ അവൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആഹാരത്തിലേക്ക് കലർത്താൻ നോക്കുന്ന പ്രതാപനെ അതുപോലെ മുത്തശ്ശിയും കണ്ടുകൊണ്ടാണ് മോഹിനിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അവരാണെങ്കിൽ മോഹിനിയമ്മയെ കാണുന്നുമില്ല. അവൾ വരുന്നതിന് മുമ്പിട്ട് ഈ വിഷം ഈ ആഹാരത്തിൽ കലർത്തിയേ പറ്റൂ, ഇതൊന്ന് പകർന്നു വെക്കാൻ ഒരു പാത്രം ഇങ്ങ് എടുക്കമ്മ എന്ന് പറയുന്നത് കേട്ടിട്ട് മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. മോഹിനിക്കാണെങ്കിൽ ആകെ വിശ്വാസമില്ല ഇതിൽ ഏത് ആഹാരത്തിലാണ് വിഷം കലർത്തിയത്, അതുപോലെ ഏതാണ് നല്ലത് എന്നറിയാൻ വയ്യാത്ത ധർമ്മസങ്കടത്തിൽ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയും പ്രതാപനും അവർ വിചാരിച്ച കാര്യം നടപ്പാക്കിയിട്ടുണ്ട്. അധികം താമസിക്കാതെ ഈ ഫുഡ് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കാത്ത താമസമേ ഉള്ളൂ. ആർത്തിയോടെ അവളുടെ അമ്മ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുന്ന അവൾ അതോടെ അവളുടെ കുഞ്ഞും ഈ ലോകത്തുനിന്ന് തന്നെ പൊക്കോളും എന്നൊക്കെ പറയുമ്പം പ്രതാപനും സന്തോഷിക്കുന്നു. അതേസമയം അറിഞ്ഞ കാര്യങ്ങൾ മഹാലക്ഷ്മിയോട് പറയാനായിട്ട് കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മഹാലക്ഷ്മിയോട് ദുർഗയും അതുപോലെ കരുണയും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആകെ കേട്ട് ഞെട്ടുന്നുണ്ട് മഹാലക്ഷ്മിയും. കണ്ണേട്ടൻ വിഷമിക്കേണ്ട, എന്തായാലും നമ്മളിങ്ങനെ അകന്നു നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില ഉപകാരമുണ്ട്. അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ പറ്റുന്നല്ലോ. എങ്കിലും കണ്ണേട്ടൻ സൂക്ഷിക്കണം. ഇപ്പോൾ അവർക്കെല്ലാവർക്കും എന്നോടും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടുമാണ് ശത്രുത. നാളെ ഒരു സമയത്ത് നമ്മൾ അവരെ ചതിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുത എന്നിൽ നിന്നും മാറി കണ്ണേട്ടനിലേക്ക് തിരിയാൻ അധികം താമസമൊന്നും വേണ്ട. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ അവരുടെ മുമ്പിൽ നടക്കാനോ അല്ലെങ്കിൽ എണീറ്റിരിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. മാക്സിമം മുറി അടച്ചിട്ടതിന് ശേഷം മാത്രമേ ഞാനൊന്ന് നടന്നുപോലും നോക്കാറുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും താൻ ആ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സന്തോഷവും ഇല്ല. എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കേണ്ടി വരും എന്നാ എൻ്റെ വിഷമം. കണ്ണേട്ടൻ വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ നമ്മുടെ ഈ ഒളിച്ചുകളിയെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ കുഞ്ഞുമായിട്ട് കമലേശ്വരം തറവാട്ടിൽ ഞാൻ കയറി വരില്ലേ? അന്നത്തോടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തേ പറ്റുമെന്ന് കണ്ണനും പറയുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവന് പോലും ആപത്താണ്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ജീവനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവരുടെയൊക്കെ മനസ്സിൻ്റെ ദുഷ്ടത പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറം അവരെ എല്ലാത്തിനെയും ആ വീട്ടിൽ നിന്ന് ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാൾക്കും അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി അധികം താമസിപ്പിക്കേണ്ട.
അവർക്ക് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് എല്ലാ എണ്ണത്തിനും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ശുദ്ധികലശം ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകൂ.